നമസ്കാരം. കേരള മനസാക്ഷിയെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു അപകടമാണ് ഇന്നലെ വൈകിട്ട് പൊള്ളാച്ചി വാൽപ്പാറ റോഡിലെ 13-ാം നമ്പർ വളവിൽ നടന്നത്. മലപ്പുറം മങ്കട പെരിന്തൽമണ്ണ പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ അധ്യാപകരും ജീവനക്കാരും കുട്ടികളും അടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ 13-ാം നമ്പർ വളവിൽ നിന്ന് 9-ാം നമ്പർ വളവിലേക്ക് മറിഞ്ഞ് 9 പേരാണ് മരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവരെല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി സെൽഫി എടുത്തും ഗാനം ആലപിച്ചും ഒക്കെ വരുന്ന വഴിയാണ് അപ്രതീക്ഷിതമായി അപകടം ഉണ്ടായത്. പള്ളിപ്പറമ്പ് GLP സ്കൂൾ പ്രധാന അധ്യാപിക കൊളത്തൂർ പാലൂർ സ്വദേശിനി അജിത, മറ്റ് അധ്യാപകരായിട്ടുള്ള താണിക്കോട് സ്വദേശി റംല, പാങ് ഈസ്റ്റ് സ്വദേശി സുഹറ, കൊളത്തൂർ സ്വദേശി ആശ, പാങ് മില്ലുംപടി സ്വദേശി മജീദിൻ്റെ ഭാര്യ റുഖിയ, അതുപോലെ തന്നെ പള്ളിപ്പറമ്പ് സ്വദേശി സ്കൂളിലെ പാചകത്തൊഴിലാളിയുമായ സജിത, അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ച സുഹറയുടെ മകൻ ഹിഷാം, ഈ സ്കൂളിലെ GUPSലെ അധ്യാപികയായിട്ടുള്ള ഷക്കീല എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 4 പേര് പരിക്കേറ്റ് ചികിത്സയിലാണ്. അതിൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ അടക്കമുണ്ട്. പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഡ്രൈവറായിട്ടുള്ള നൗഷാദ്, അതുപോലെ വാൻ ഓടിച്ചിരുന്ന ഡ്രൈവർ മുഹമ്മദ് ഫായിസ്, പാചകത്തൊഴിലാളിയായിട്ടുള്ള സാജിദയുടെ മകൻ ഷഹദീൻ എന്നിവർ കോയമ്പത്തൂരിലെ ആശുപത്രിയിലും മസ്നീൻ എന്ന ഒരു 10 വയസ്സുകാരൻ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇത്രയും വലിയ ഒരു അപകടം നടക്കുന്ന വാൽപ്പാറ റൂട്ടിൽ 42 അപകട വളവുകൾ ഉള്ളതിൽ 13-ാം നമ്പർ വളവിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇവിടെ നിന്നാണ് വാഹനം തെന്നി ഏതാണ്ട് 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. താഴെ 9-ാം നമ്പർ വളവിൽ എത്തി പതിച്ച ഈ വാഹനം, ഈ ടെമ്പോ ട്രാവലർ ഫോഴ്സിൻ്റെ ഈ വാഹനം തവിട് പൊടിയായിപ്പോയി എന്ന് നമ്മളെല്ലാവരും ദൃശ്യങ്ങളിൽ കണ്ടു. വളരെ ഭീകരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങൾ ഈ 42 വളവുകളും ദൃശ്യമാകത്തക്ക രീതിയിൽ എടുത്തിട്ടുള്ള ഏരിയൽ ഷൂട്ട്, അതായത് ഡ്രോൺ പറത്തി എടുത്തിട്ടുള്ള ആകാശ ദൃശ്യത്തിലാണ് എന്താണ് സംഭവിച്ചത്, എന്തുമാത്രം ഭീകരമായൊരു അപകടമാണ് അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് അപകടത്തിൻ്റെ കാരണം എന്നുള്ള ചർച്ചയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഈ നാട്ടിലെ ഏതാണ്ട് മുഴുവൻ ജനങ്ങളും. നമുക്കറിയാം, നമ്മളിൽ മിക്കവാറും ആൾക്കാർക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ സുരക്ഷിതമായ പ്രതലത്തിലൂടെ അല്ലെങ്കിൽ സമതല പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിച്ച് പോകുന്നതിൽ നമുക്കുള്ള ഡ്രൈവിംഗ് വൈദഗ്ധ്യം അത് മതിയാകും. പക്ഷേ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ, അതായത് ചെങ്കുത്തായ മലനിരകൾ, മലമ്പാതകൾ, ചുരങ്ങൾ, ഇതുപോലെ ഹെയർ പിൻ വളവുകൾ ഉള്ള റോഡുകൾ എന്നിവിടങ്ങളിൽ വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് പ്രത്യേക വൈദഗ്ധ്യം തന്നെ വേണം. അതായത് നമുക്ക് വളരെയധികം പരിചയസമ്പത്ത് ഇത്തരം അവസരങ്ങളിൽ ആവശ്യമാണ്. നമ്മുടെ പല ഡ്രൈവർമാർക്കും ഇല്ലാത്ത ഒന്ന് ആണ് ഈ അനുഭവ സമ്പത്ത്. അഥവാ അനുഭവ സമ്പത്ത് ഉള്ളവർ പോലും കാണിക്കുന്ന ചില തെറ്റുകളാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കാറുള്ളത്. നിലവിൽ ഇവിടുത്തെ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തണം. അത് ഈ റോഡിൽ വാഹനം വന്ന രീതി, വാഹനത്തിൻ്റെ ടയർ പാടുകൾ, വാഹനം തെന്നിമാറിയത് എങ്ങനെ, എന്തുകൊണ്ട് തെന്നിമാറി, വാഹനത്തിന് എന്തെങ്കിലും യന്ത്രത്തകരാറുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന മാത്രമാകും തെളിയുക. എന്നിരുന്നാൽ പോലും ഈ വാഹന അപകടത്തെ വിലയിരുത്തി നിരവധി ഡ്രൈവർമാരാണ്, അതായത് വർഷങ്ങളായി അരനൂറ്റാണ്ട് വരെ തഴക്കവും പഴക്കവുമുള്ള ഡ്രൈവർമാരാണ് ഈ വാഹനാപകടത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡ്രൈവിങ്ങിലെ പരിചയസമ്പത്ത്, ഏത് വാഹനമാണെങ്കിലും അത് ഓടിക്കുമ്പോൾ ആ വാഹനം എത്രത്തോളം അപകടരഹിതമായി ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത്. ഞാൻ ഇതിൽ കണ്ടതിൽ, ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുറിപ്പാണ് രാവിലെ കണ്ടത്. അത് വളരെ റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. അത് മേരി മാത എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഞാനിത് കണ്ടത്. ഇത് ഒരു ഡ്രൈവറുടെ അഭിപ്രായമായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഒത്തിരി വേദനയോടെ പറഞ്ഞോട്ടെ. വാൽപ്പാറ നിന്ന് പൊള്ളാച്ചി വരുന്ന വഴി നമ്മുടെ നാട്ടിലെ ഒത്തിരി ആളുകൾ ഇന്ന് മരണപ്പെട്ടു. അതെന്താണ് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോഴും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം ഇതെഴുതിയത്. ടെമ്പോ ട്രാവലർ എന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ടെമ്പോ ട്രാവലറിൻ്റെ ബ്രേക്ക് സിസ്റ്റം എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. അത് സ്ഥിരമായി ആ വാഹനം ഓടിക്കുന്ന ആളുകൾക്കറിയാം. ഇന്ന് ആ വാഹനം ഓടിച്ച ആളെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ടെമ്പോ ട്രാവലർ ഓട്ടം വിളിക്കുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് എന്ന് നിങ്ങൾ കരുതിയാൽ മതി. ഏതു ഗിയറിലാണ് കയറ്റം കയറുന്നത്, അതേ ഗിയറിൽ തന്നെ നിങ്ങൾ തിരിച്ച് ഇറങ്ങണം. പ്രത്യേകിച്ച് ടെമ്പോ ട്രാവലർ ബ്രേക്ക് ചവിട്ടുന്നത് പരമാവധി ഒഴിവാക്കണം. AC ഉള്ള വാഹനമാണെങ്കിൽ AC യും വർക്ക് ചെയ്യിപ്പിക്കണം.
അപ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടുന്നത് പരമാവധി ഒഴിവാക്കാം. ടെമ്പോ ട്രാവലറിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ പക്ക ഫെയിലുവർ ആണ്. ഈ വാഹനം ബെൻസ് ഡിസൈനാണ്, പക്ഷേ അപ്ഡേറ്റ്സുകൾ ഇവർ എടുക്കാറില്ല എന്ന് തോന്നുന്നു. ടെമ്പോ ട്രാവലർ എന്ന് പറയുന്ന വാഹനം ചുരങ്ങളിൽ ബ്രേക്ക് ചവിട്ടി ഇറങ്ങിയാൽ ബ്രേക്ക് പെഡൽ താഴ്ന്നു പോയി അടിയിൽ മുട്ടും. പിന്നെ ബ്രേക്ക് എന്ന സാധനം ഉണ്ടാകില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ ഈ പോസ്റ്റ് കാണുന്ന ആളുകൾ എക്സ്പീരിയൻസ് ഉള്ള ടെമ്പോ ട്രാവലർ ഡ്രൈവർമാരെ വിളിച്ചു പോവുക. കാര്യം പറയുമ്പോൾ എന്നെ ചീത്ത വിളിക്കണ്ട. ഞാനും 1.5 മാസം മുമ്പേ അതിലെ ഇറങ്ങി വന്നിരുന്നു. ആദ്യമായാണ് ആ വഴിക്ക് വാഹനം ഓടിച്ചു വരുന്നത്. അത്യാവശ്യം നല്ല റിസ്ക്കുള്ള വഴിയാണ്. എന്തായാലും അപകടത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. നമ്മുടെ ഡ്രൈവർമാർക്കൊക്കെ അറിയാത്ത ഒരു കാര്യമാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഈ പേജിൽ ഒരു ഡ്രൈവർ എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഡ്രൈവർമാർക്കെല്ലാം അറിയാവുന്ന, പക്ഷേ നമ്മൾ പലരും വിസ്മരിക്കുന്ന, അല്ലെങ്കിൽ പലരും വേണ്ടെന്ന് വയ്ക്കുന്ന ചില കാര്യങ്ങൾ. ഏതു ഗിയറിലാണോ വാഹനം കയറി പോകുന്നത് ആ ഗിയറിൽ തന്നെ വേണം ആ വാഹനം അതേ ഇറക്കമിറങ്ങി വരാൻ. നമ്മൾ ഇവിടുന്ന് കയറിപ്പോകുമ്പോഴാണ് കയറ്റം, തിരിച്ച് വരുമ്പോൾ അത് നമുക്ക് ഇറക്കമാണ്. ആ ഇറക്കത്ത് ഒരിക്കലും നമ്മൾ ടോപ്പ് ഗിയറിൽ വണ്ടികൾ ഓടിക്കാൻ പാടില്ല. അതായത് 5th-ലോ 4th-ലോ 3rd-ലോ ഒന്നും ആ വാഹനം ഓടിക്കാൻ പാടില്ല. ഇത്തരം വളവുകൾ ചവിട്ടി വേണം ഇറക്കാൻ. അതായത് 2nd ഗിയറിലോ 1st ഗിയറിലോ വരും. 1st ഗിയറോ 2nd ഗിയറോ ഇടുമ്പോൾ എൻജിൻ കൂടി ഈ പ്രക്രിയയിൽ എൻഗേജ്ഡ് ആവുകയാണ്. എൻജിൻ കൂടി നമ്മുടെ ഈ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. ബ്രേക്ക് മാത്രം ചവിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് പെഡൽ താണു പോകും എന്നുള്ളതല്ലാതെ ബ്രേക്ക് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് ഈ ഡ്രൈവറുടെ കുറിപ്പിലുള്ളത്. അത് ഏറെക്കുറെ ശരിയാണെന്ന് അതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാവും. നിരവധി കമൻറ്റുകൾ ഈ പോസ്റ്റിനടിയിലായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി പറയുന്നത് ഇതാണ്: നമ്മൾ വാഹനം ചുരം കയറുമ്പോൾ, മലമ്പാതകൾ കയറുമ്പോൾ, ചെങ്കുത്തായ റോഡ് കയറുമ്പോൾ, വലിയ വലിയ ഹെയർപിൻ വളവുകൾ തിരിക്കുമ്പോഴൊക്കെ ഡെഡ് സ്ലോയിൽ വേണം ഇറങ്ങി വരാൻ. പ്രത്യേകിച്ച് കയറിപ്പോകുമ്പോൾ നമ്മളൊരു സ്ലോയിലാവും കയറിപ്പോകാൻ. നമുക്കൊരു പരമാവധി വേഗതയിൽ മാത്രമേ നമുക്ക് കയറിപ്പോകാൻ സാധിക്കൂ. പക്ഷേ ഇറങ്ങി വരുമ്പോൾ ഈ വാഹനം നമ്മൾ ടോപ്പ് ഗിയറിലോ മറ്റും ഇട്ടാണ് വരുന്നത്. ടോപ്പ് ഗിയറിലിട്ട് ബ്രേക്ക് ചവിട്ടി വരുന്ന ഒരു രീതിയാണ് ഞാൻ അടക്കമുള്ള ഡ്രൈവർമാർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പല സ്ഥലങ്ങളിലും മറ്റ് ചില പുതുതായി പണിത റോഡുകളിലൊക്കെ തന്നെ അത് ഇത്ര കിലോമീറ്റർ സ്പീഡിലേ നിങ്ങൾ പോകാമൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് ഇന്ന ഗിയറിലേ പോകാവൂ, നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് 1st അല്ലെ 2nd ഗിയറിൽ മാത്രമേ പോകാവൂ എന്നുള്ള ബോർഡുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചില റോഡുകളിൽ. ഇതുപോലെ ചെങ്കുത്തായ മലമ്പാത ഇടുക്കിയിൽ ഞാൻ ചില റോഡുകളിൽ അത് കാണുകയുണ്ടായി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആ പറയുന്ന ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായി അനുസരിക്കുക. നമ്മൾ ഓരോ സ്ഥലത്തും ഈ റോഡെന്ന് പറയുന്നത് പൊള്ളാച്ചി വാൽപ്പാറ റോഡ് എന്ന് പറയുന്നത് എപ്പോഴും വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ്. പലപ്പോഴും വിജനമായ റോഡാണ്. ഇന്നലെ തന്നെ ഈ അപകടം നടക്കുന്ന സമയത്ത് പോലും, അപകടം ഉണ്ടായതിനു ശേഷം ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പല മൊബൈൽ ഫോണുകൾക്ക് അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഫോറസ്റ്ററോ മറ്റോ മൊബൈൽ ഫോണിൽ നിന്നാണ് ഈ പരിക്കേറ്റവരെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. നമ്മുടെ റോഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സിഗ്നലുകൾ, ട്രാഫിക് സിഗ്നലുകൾ, അതൊന്നും വെറുതെയല്ല. അത് ആ റോഡിൻ്റെ ചരിവ്, അതിൻ്റെ പ്രതലം, ഇതൊക്കെ കണക്കാക്കിയാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ആ വേഗതയിൽ മാത്രമാണ് അതിലൂടെ വണ്ടി ഓടിക്കുക. നമ്മളിൽ ഒരാളെങ്കിലും ഒരു ഡ്രൈവറായിരിക്കും. ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന നിങ്ങൾ ഒരാളെങ്കിലും ഡ്രൈവറായിരിക്കും. നമ്മൾ റോഡിൽ പാലിക്കേണ്ട മാന്യതകളുണ്ട്. സമതല പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിക്കുന്ന പോലെയല്ല ചുരങ്ങളിൽ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ഗിയറിൽ കയറിപ്പോകുന്നു, ഇത്തരം മലമ്പാതകളിൽ കുത്തനെയുള്ള കയറ്റങ്ങളിൽ നമ്മൾ ഏത് ഗിയറിൽ കയറിപ്പോകുന്നു അതേ ഗിയറിൽ മാത്രം തിരികെ ഇറങ്ങി വരിക. നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനും നമ്മുടെ ബ്രേക്കിൻ്റെ കൺട്രോളും ഏതാണ്ട് ഒരേപോലെ വർക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാർ ഇത്തരം ചില ടിപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ സാങ്കേതിക വിദ്യ, നമുക്ക് വണ്ടി ഓടിക്കുന്ന പല ആൾക്കാർക്കും അറിയില്ല ഈ വണ്ടിയുടെ എൻജിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ ഗിയർ കയറിയിരിക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഗിയർ ഇട്ട് പോകുന്നു, ഈ ബ്രേക്ക് എങ്ങോട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്, എൻജിനുകൾ, ഗിയർ സിസ്റ്റം, വേഗത കൂട്ടുന്നത് എങ്ങനെയാണ്, കുറയ്ക്കുന്നത് എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കയറിയിരുന്ന് വാഹനം ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക്, അപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് എന്താണ്? ഈ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിപ്പോകുന്നതിന് കൃത്യമായ ഓപ്ഷൻ അതിനുള്ളിൽ ഉണ്ടാവും. അതിൻ്റെ ഗിയർ സിസ്റ്റത്തിൽ അതുണ്ട്. അത് നമ്മൾ പരിചയസമ്പത്തുള്ള ഡ്രൈവർമാരോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ വാഹനങ്ങളുടെ എക്സ്പേർട്ടുകളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരം റൂട്ടുകളിൽ നമ്മൾ വാഹനവുമായി പോവുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാരെ ഉപയോഗിച്ച് നമ്മുടെ വാഹനങ്ങളായിട്ട് പോയി. ഇതിപ്പോൾ ഒരു ടെമ്പോ ട്രാവലറിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ വാഹനങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ദയവായി എല്ലാവരും ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം, അത് പാലിക്കാൻ ശ്രമിക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രമാണ് ഉള്ളത്.